വിശ്വാസം തുടക്കമാണ്, അന്വേഷണം വഴിയാണ്, സത്യം ലക്ഷ്യമാണ്. Question with courage, explore with curiosity and discover with wisdom. കാരണം beyond every belief there is a truth waiting to be discovered. ഞാൻ നക്ഷത്ര, വിശ്വാസത്തിനപ്പുറമുള്ള സത്യങ്ങളെ അന്വേഷിക്കുന്ന ഈ യാത്രയിലേക്ക് സ്വാഗതം. This is Beyond Belief. ഇപ്പം നമുക്ക് സ്ട്രെസ്സ് വന്നാലും ടെൻഷൻ വന്നാലും നമ്മൾ അമ്പലത്തേക്ക് പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് ഫീല് വരില്ലേ, ഒരു റിലാക്സേഷൻ ആവും നമ്മുടെ മൈൻഡാകെ. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവണമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ടാവും ഇത് അവിടുത്തെ ദൈവത്തിൻ്റെ ഒരു എനർജി കാരണമാണെന്ന്. പക്ഷെ ഇതിൻ്റെ പിന്നിൽ ഒരു സയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? യെസ്, ഇതിൻ്റെ പിന്നിൽ ലിറ്ററലി ഒരു സയൻറ്റിഫിക് റീസൺ ഉണ്ട്. ഈ സയൻറ്റിഫിക് റീസണെയാണ് നമ്മൾ ദ ഗോൾഡൻ റേഷ്യോ എന്ന് വിളിക്കുന്നത്, ദ മാസ്റ്റർ പീസ് ഓഫ് ദ യൂണിവേഴ്സ്. സോ വാട്ട് ഈസ് ഗോൾഡൻ റേഷ്യോ? സിമ്പിളായി പറയുകയാണെങ്കിൽ 1.618 എന്ന ചെറിയൊരു നമ്പറിൽ ഒതുങ്ങി കിടക്കുന്ന യൂണിവേഴ്സിൻ്റെ ഒരു മാസ്റ്റർ കോഡ് എന്ന് നമുക്ക് വിളിക്കാം. നമ്മൾ നേച്ചറിൽ കാണുന്ന എല്ലാ ബ്യൂട്ടിഫുള്ളായ കാര്യങ്ങളും ഈ ഒരു മാസ്റ്റർ കോഡ് വെച്ചാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേച്ചറിൽ ഒരു സൺഫ്ലവർ എടുത്താലും ഒരു സീഷലിൻ്റെ പാറ്റേൺ എടുത്താലും ഈവൻ നമ്മുടെ ഫേസിൻ്റെ പെർഫെക്റ്റ്നെസ് വരെ ഈ ഒരു റേഷ്യോ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഈ റേഷ്യോയിലുള്ള ഏത് സാധനം കണ്ടാലും നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഒരു റിലാക്സേഷൻ മോഡിലേക്ക് പോകും എന്ന് ന്യൂറോ ആസ്തെറ്റിക് എന്ന മോഡേൺ സയൻസ് ബ്രാഞ്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. ബട്ട് ഇതൊന്നല്ല മെയിൻ കാര്യം. ഈ കാര്യങ്ങൾ ആരെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. ബട്ട് ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ ഹെൽപ്പോടെ കണ്ടുപിടിച്ച ഈ റേഷ്യോ വിതൗട്ട് എനി ഓഫ് ദീസ് ഗാഡ്ജറ്റ്സ് നമ്മുടെ പൂർവികർ തന്നെ അമ്പലങ്ങൾ കെട്ടാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈവൻ നമ്മുടെ ഭാരതീയ ഗ്രന്ഥങ്ങളായ മയമതും ശില്പരം ഇതൊക്കെ എടുത്ത് നോക്കിയാൽ അതിലുള്ള കാൽക്കുലേഷൻസ് ഈ 1.618 എന്ന റേഷ്യോ ആയിട്ട് ഭയങ്കരമായിട്ട് സാമാന്യമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് നിങ്ങൾ ആരെങ്കിലും ഈ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം കണ്ടിട്ടുണ്ടോ? അവിടുത്തെ ശ്രീകോവിലിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എടുത്ത് നോക്കിയാൽ കിട്ടുന്ന റേഷ്യോ കറക്റ്റ് 1.618 ആണ്. ഈവൻ അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ വിഗ്രഹവും അതിൻ്റെ പുറത്തെ ഗോപുരത്തിൻ്റെ ഡിസ്റ്റൻസ് വരെ വെറും ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻസോ റേഷ്യോസോ ഒന്നുമല്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു സയൻറ്റിഫിക് റീസൺസ് ഉണ്ട്. ഇതെല്ലാം ഒരു കോയിൻസിഡൻസ് എനിക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? നോ വേ. ബിക്കോസ് ഇതെല്ലാത്തിൻ്റെ പിന്നിൽ നമ്മൾ എന്ത് നോക്കിയാലും ഒരു അമ്പലത്തിൻ്റെ ഉള്ളിൽ എല്ലാത്തിൻ്റെ പിന്നിൽ ഒരു സയൻറ്റിഫിക് റീസൺ ഉണ്ട്. നമ്മൾ ഈ ഗോൾഡൻ റേഷ്യോ വെച്ച് പണിത് അമ്പലങ്ങളിൽ കയറി ചെല്ലുമ്പോൾ ആ പക്ക ജോമെട്രി നമ്മുടെ കണ്ണുകളിലൂടെ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തും. വിതിൻ സെക്കൻഡ്സ് നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് ഡ്രോപ്പ് ആകും ആൻഡ് നമ്മുടെ ഹാർട്ട് ബീറ്റ് നോർമലാകും. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ, നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ നോർമലാക്കാൻ, ഒരു കാമാക്കാവുന്ന ഒരു സിമ്പിൾ തെറാപ്പി സെൻറ്ററുകളാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ. ഒരു അമ്പലത്തിൻ്റെ ഹാർട്ട് എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രതിഷ്ഠയായിരിക്കുമല്ലോ. അവിടെ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി അത് നമ്മളുടെ മൈൻഡിനെ എത്ര സെറ്റാക്കുന്നതെന്ന് ഞാൻ ആരോടും പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ എനർജീനൊക്കെ ഹോൾഡ് ചെയ്യുന്ന ശ്രീകോവിൽ, അതിൻ്റെ പിന്നിലുള്ള എൻജിനീയറിംഗ് വർക്ക് ഈവൻ മോഡേൺ സയൻസ് തന്നെ ഇട്ടിക്കുന്നതാണ്. പുരാതന വാസ്തുശാസ്ത്ര പ്രകാരം ഈ ഗോപുരത്തിൻ്റെ പണി വെറും കൽപ്പനയല്ല. നേച്ചറിൻ്റെ 5 എലിമെൻറ്റ്സ് അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളായ എയർ, വാട്ടർ, ഫയർ, എർത്ത് ആൻഡ് സ്പേസ് ഇവയെ ഒക്കെ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്ന ഒരു അമേസിങ് എൻജിനീയറിംഗ് മാസ്റ്റർ പീസാണിത്. അണ്ടർഗ്രൗണ്ട് മുതൽ സ്പേസ് വരെ കണക്റ്റായി നിൽക്കുന്ന ഒരു എൻജിനീയറിംഗ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മാവലാണ്. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ദ വാട്ടർ ഓർ ദി അൾട്ടിമേറ്റ് ഗ്രൗണ്ടിങ്. സോ നമ്മളൊരു അമ്പലം പണിയുമ്പോൾ ആദ്യം നമ്മൾ അവിടുത്തെ മണ്ണ് കുഴിച്ച് അവിടെ ഗ്രൗണ്ട് വാട്ടർ കണ്ടെത്തുമ്പോഴാണ് അതിൻ്റെ മുകളിൽ നമ്മൾ ഷഡാധാരങ്ങൾ എന്ന് വിളിക്കുന്ന 6 അല്ലെങ്കിൽ 6 തറകൾ നമ്മൾ നിർമ്മിക്കും അവിടെ. ഇത് എന്തിനാണെന്നറിയാമോ? മോഡേൺ സയൻസ് ഇതിനെ വിളിക്കുന്നത് ദ ഗ്രൗണ്ടിങ് എന്നാണ്. നമുക്ക് മേൽക്കൂര വഴി സ്പേസിൽ നിന്ന് കിട്ടുന്ന കോസ്മിക് എനർജി നമ്മുടെ ഭൂമിയിലേക്ക് സേഫായി പാസ് ചെയ്യുന്ന ദ പെർഫെക്റ്റ് എർത്തിങ് സിസ്റ്റമാണിത്. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ദി എർത്ത്. സോ നമ്മൾ ഈ മണ്ണ് കുഴിച്ച് കാണുന്ന വെള്ളത്തിൻ്റെ മുകളിൽ നമ്മൾ കൃഷ്ണശിലകൾ വെച്ച് നമ്മുടെ ശ്രീകോവിലിൻ്റെ തറയും പിന്നെ വീഥികളൊക്കെ പണിയും. സോ ഈ ഭൂമിയുടെ ഗ്രാവിറ്റിയും പിന്നെ ഭൂമിയുടെ മാഗ്നറ്റിക് എനർജിയൊക്കെ മാക്സിമം അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന കല്ലുകളാണിവ. ഓക്കെ, ദ തേർഡ് സ്റ്റെപ്പ് ഇസ് ദ ഫയർ ഓർ ദ തെർമൽ എനർജി. സോ നമ്മുടെ ശ്രീകോവിലിൻ്റെ
മുകളിൽ കുത്തനെ പോലെ നിൽക്കുന്ന മേൽക്കൂരകളെ നമ്മൾ വിമാനം എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഷേപ്പ് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആകാശത്ത് ദ്വിജാല പോലെയാവും ഇത് നിൽക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ കത്തുന്ന നിലവിളുകൾ കൂടി ആകുമ്പോൾ നമ്മുടെ ശ്രീകോവിൻ്റെ ഉള്ളിൽ ഒരു തെർമൽ എനർജി സെറ്റാകും. ദ ഫോർത്ത് സ്റ്റെപ്പ് ഇസ് ദി എയർ ഓർ ദി അക്വസ്റ്റിക്. സോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം പറയട്ടെ, നമ്മുടെ ഗർഭഗൃഹത്തിന് ജനലുകളൊന്നും ഉണ്ടാവില്ല, ആകെ ഒരൊറ്റ വാതിലുണ്ടാവുള്ളൂ. ഇതെന്താണെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടോ? ബിക്കോസ് നമ്മുടെ ഉള്ളിൽ കത്തി നിൽക്കുന്ന വിളക്കുകൾ കെടാണ്ടിരിക്കാനും കാറ്റടിച്ച് കെടാണ്ടിരിക്കാനും പിന്നെ ഉള്ളിൽ ജപിക്കുന്ന മന്ത്രങ്ങളുടെ സൗണ്ട് വേവ്സ് അവിടെ തന്നെ കിടന്ന ഒരു അക്വസ്റ്റിക് റെസൊണൻസ് ഉണ്ടാക്കാനും വേണ്ടിയാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ സ്റ്റെപ്പ് ഇസ് ദ സ്പേസ് ഓർ ദി കോസ്മിക് ആൻറ്റീന. സോ ആകാശത്ത് നോക്കി നിൽക്കുന്ന ഒരു താഴിക്കുടം, അത് ബ്രാസ് അല്ലെങ്കിൽ ഗോൾഡിലാവും എനിക്കത് നിർമ്മിച്ചിരിക്കുന്നത്. ബട്ട് ഇത് വെറും ഒരു ഡിസൈൻ അല്ല. ഈ ഒരു താഴിക്കുടം ഒരു കോസ്മിക് ആൻറ്റീന ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ സ്പേസിൽ കിട്ടുന്ന ഈ എനർജി വേവ്സിനെ ഈ താഴിക്കുടം വലിച്ചെടുത്തിട്ട് നമ്മുടെ ഗർഭഗൃഹത്തിലെ ശൂന്യതയിലൂടെ നേരെ അടിയിലുള്ള വിഗ്രഹത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് ആൻറ്റീന ആയിട്ടാണ് ഈ താഴിക്കുടം വർക്ക് ചെയ്യുന്നത്. സോ ചുരുക്കി പറഞ്ഞാൽ മുകളിലെ താഴിക്കുടം മുതൽ ഭൂമിയിലെ വെള്ളം വരെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു മാസീവ് ഇലക്ട്രിക് സർക്യൂട്ടാണ് ഓരോ ശ്രീകോവിലും. അപ്പോൾ ഈ എൻജിനീയറിംഗ് ഒക്കെ നമ്മുടെ മൈൻഡിനെ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടില്ലേ. ഇനി ഈ അമ്പലങ്ങൾ നമ്മുടെ ഫിസിക്കൽ ബോഡിനെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? അതിനായി നിങ്ങൾ സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്യണം. സോ ഞാൻ നിങ്ങളെ സെക്കൻഡ് പാർട്ടിൽ കാണാം. അതുവരെ ബൈ, സീ യു, താങ്ക് യു.